നമ്മുടെ ക്ഷേത്രങ്ങളിൽ എന്തിനാണ് പോകുന്നത്? അപ്പൊ നമ്മുടെ ക്ഷേത്രങ്ങളിൽ പ്രധാനമായി 3 കാര്യങ്ങളുണ്ട്. ഒന്ന്, കർമ്മപരമായ കാര്യങ്ങൾ. ഇപ്പൊ നിങ്ങൾ പ്രദക്ഷിണം വെക്കുന്നതൊക്കെ ഒരു പ്രവൃത്തിയാണ്. 2, ഒരിടത്തിരുന്ന് മന്ത്രം ചൊല്ലുന്ന പ്രക്രിയകൾ, ഉപാസനാദി കാര്യങ്ങൾ. 3-മത്തത് ധ്യാനാത്മകമായ കാര്യങ്ങൾ നമ്മുടെ ക്ഷേത്രത്തിൽ കാണും. അപ്പൊ നമ്മൾ എന്തിനാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്? ശ്രദ്ധിക്കണേ, നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം. ഈ കാര്യങ്ങൾ ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, തമോ ഗുണമുള്ളൊരു മനസ്സിനെ രജോ ഗുണത്തിലേക്ക് കൊണ്ടുവരാൻ കർമ്മങ്ങൾ വേണം, പ്രവൃത്തി വേണമെന്നാണ്. ഒരു ക്ഷേത്രത്തിൽ പോയാൽ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? നമ്മൾ പ്രദക്ഷിണാദികൾ വെക്കണം. ഈ പ്രദക്ഷിണം വെക്കുമ്പോൾ എന്താ വെച്ചാൽ, തമോ ഗുണ ശക്തി, ഉള്ളിലുള്ള ലതാർജി, ഉള്ളിലുള്ള ആലസ്യം, അത് അവിടെ നിന്ന് ക്രമേണ മാറും. ഒരു ഊർജത്തെ മാറ്റാൻ വേറൊരു പ്രവൃത്തി കൊണ്ടേ സാധിക്കുന്നു. ഒരു പ്രവൃത്തി കൊണ്ടേ ഉള്ളിൽ കെട്ടിക്കിടക്കുന്ന നെഗറ്റീവ് എനർജിയെ മാറ്റാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് അമ്പലത്തിൽ പോയാൽ ആദ്യം തന്നെ ഉള്ളിലേക്ക് കയറി തൊഴുതു പോകലല്ല. അതൊക്കെ ആചരിച്ചു വന്ന വളരെ തെറ്റായ ആചാരങ്ങളാണ്. നിങ്ങൾക്കറിയാം, നമ്മുടെ വേദങ്ങൾ, ഞാൻ പറയുന്നതൊക്കെ ശ്രദ്ധിക്കണം നിങ്ങൾ. ഹിന്ദുവിന്റെ വേദഗ്രന്ഥങ്ങളുടെ അതിന്റെ 3 ഭാഗങ്ങളാണ്. 1-മത്തത് കർമ്മകാന്ഡം, 2 ഉപാസന, 3 ജ്ഞാനം എന്ന് പറയും. ഈ കർമ്മകാന്ഡങ്ങളിലാണ് യാഗങ്ങൾ, യജ്ഞങ്ങളൊക്കെ അന്നത്തെ കാലത്ത് എഴുതി വെച്ചിരിക്കും, അതിന്റെ മന്ത്രങ്ങൾ. ഉപാസന കാണ്ഡങ്ങളിലാണ് സ്തുതികളായിട്ടുള്ള മന്ത്രങ്ങൾ. ഇപ്പൊ നിങ്ങൾ പുരുഷ സൂക്തം തുടങ്ങിയുള്ള സൂക്തങ്ങളൊക്കെ ഉപാസന കാണ്ഡത്തിൽ. ജ്ഞാനകാന്ഡത്തിലേക്ക് വരുമ്പോഴാണ് മുഴുവൻ ഉപനിഷത്തുകൾ. അതുകൊണ്ടാണ് ഉപനിഷത്തിനെ വേദ അന്തം എന്നൊരു പേര്. വേദത്തിന്റെ അവസാനം വരുന്നുണ്ട്. ഇതെന്തിനാ ഇങ്ങനെ എഴുതി വെച്ചത്? എന്തിനാണ് വ്യാസഭഗവാൻ ഇങ്ങനെ ക്രോഡീകരിച്ചു വെച്ചിരിക്കുന്നത്? ഉപനിഷത്തൊക്കെ മുന്നിലിട്ടാ പോരെ, അല്ലെങ്കിൽ സെൻട്രൽ ഇട്ടാ പോരെ? എന്തിനാണ് ഒരു ഗ്രന്ഥത്തിന്റെ തുടക്കത്തിൽ യാഗങ്ങളുടെയും യജ്ഞങ്ങളുടെയും ഒക്കെ മന്ത്രങ്ങൾ എഴുതിയത്? എന്തിനാണ് ഈ സൂക്താദികളൊക്കെ അതിന്റെ ഉപാസനാ ഭാഗങ്ങൾ എഴുതിയത്? എന്തിനാണ് ഈ ഉപനിഷത്ത് മന്ത്രങ്ങളൊക്കെ ലാസ്റ്റ് എഴുതിയത് എന്ന് നോക്കുമ്പോൾ അതിന്റെ പേരാണ് കർമ്മം, ഉപാസന, ജ്ഞാനം. ഒരു ക്ഷേത്രത്തിൽ പോയാൽ ചെയ്യേണ്ട കാര്യങ്ങൾ ഇതാണ്. ആദ്യം കർമ്മം, അതാണ് പ്രദക്ഷിണം ചെയ്യുക. ഈ പ്രദക്ഷിണം ചെയ്യുമ്പോൾ എന്തുണ്ടാവും? നമ്മൾ നടന്ന് പ്രദക്ഷിണം വെക്കുമ്പോൾ ഉള്ളിലുള്ള ആലസ്യം അത് ക്രമേണ മാറും. എത്ര നേരം പ്രദക്ഷിണം വെക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയാണ് അച്ഛനമ്മമാർക്ക് തിരിച്ചറിവേണ്ടത്. ഇതൊക്കെ നമ്മൾ അന്ധവിശ്വാസത്തിലേക്ക് പോയി. ഗുരുവായൂരപ്പന്റെ അടുത്ത് 4 പാടുള്ളൂ, ശിവന്റെ അടുത്ത്, ഇതൊക്കെ പൊട്ടത്തരങ്ങളാണ്. ഐ ഡോണ്ട് ആക്സെപ്റ്റ് ഓൾ ദിസ് ഫൂളിഷ്നെസ്. കാരണം ഇതൊക്കെ ചില ആളുകൾ വെറുതെ പൊട്ടത്തരങ്ങൾ എഴുതി വെച്ചിരിക്കുകയാണ്. അങ്ങനെയൊന്നും ഒരു ഗ്രന്ഥത്തിൽ ഇല്ല, ആധികാരികമായിട്ടില്ല. പിന്നെ ചില പ്രമാണങ്ങൾ ഓരോരുത്തർ എഴുതി വെച്ചിരിക്കണം. ഇത് ഓരോ അച്ഛനോ അമ്മയോ തീരുമാനിക്കേണ്ടത്. മക്കൾ തമോ ഗുണം കൂടുതലുള്ളവരാണെങ്കിൽ കൂടുതൽ പ്രദക്ഷിണം വെക്കണം. കാരണം അവന്റെ അമ്പലത്തിൽ 4 പ്രദക്ഷിണം 3 പ്രദക്ഷിണം എന്നല്ല കണക്ക്. ഈ കുട്ടിയുടെ ഉള്ളിലുള്ള എന്താ ലക്ഷ്യം? അമ്പലത്തിൽ 3ഉം 4ഉം കണക്കാക്കലല്ല, ഈ കുട്ടിയുടെ ഉള്ളിലുള്ള തമോ ഗുണത്തെ മാറ്റലാണ്. അപ്പൊ ആ തമോ ഗുണം കൂടുതലുള്ള ആളുകളെ കൊണ്ട് കൂടുതൽ പ്രദക്ഷിണം വെപ്പിക്കണം. മനസ്സിലാവുണ്ടല്ലോ? അല്ലാതെ നിങ്ങൾ 4, 3 എന്നുള്ള കണക്കെടുത്ത് പോവരുത്. അമ്പലത്തിൽ 3 പ്രാവശ്യം പ്രദക്ഷിണം വെക്കാവൂ എന്നൊന്നുമില്ല. ഇതൊക്കെ നമ്മൾ അങ്ങനെ ആചരിച്ചു പോകുന്നതാണ്. ഇതിന്റെ പിന്നിലുള്ള സയൻസ് എന്ന് പറയുന്നത് ഈ ശ്ലോകം ഓർത്തു വെക്കുക, 14-20. ആ ശ്ലോകത്തെ എപ്പോഴും ഓർത്തു വെക്കുക. എന്താണ്? ദേഹി ദേഹസമുദ്ഭവാൻ ഗുണാൻ ഏതാൻ അദിത്യ. വൺ എനർജി ക്യാൻ ബി ട്രാൻസ്ഫോം ഇൻ ടു അനദർ ഫോം ഓഫ് എനർജി. ഇത് ഐൻസ്റ്റീൻ പറയുന്നതിന് മുമ്പ് കൃഷ്ണൻ മാനസിക തലത്തിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. സോ വെൻ സമൺ ബിക്കം യൂസ്ലെസ് ബിക്കോസ് ഓഫ് ദിയർ ലഥാർജിയാണ്, അവരങ്ങനെ ആയി. അച്ഛനമ്മമാർക്ക് അതിലൊരു പങ്കുണ്ട്. നിങ്ങളുടെ കുട്ടികൾ പഠിക്കാൻ കഴിവില്ലാതെ ആക്കിയതിൽ നിങ്ങൾക്ക് പങ്കുണ്ട്. കാരണം അവർക്ക് പഠിക്കാൻ കഴിവില്ലാത്തതല്ല, ആ കുട്ടിയെ കഴിവില്ലാതെ ആക്കി തീർക്കുന്ന മനസ്സിലുള്ള ലതാർജി മാറ്റണം. അതിനാണ് കാലത്തെഴുന്നേറ്റ് അമ്പലത്തിലൊക്കെ പോകേണ്ടത്. അമ്പലങ്ങളിലൊക്കെ പോകണം, കുട്ടികളെ കൊണ്ടുപോകണം. ഇനി 2-മത്തത്, ഈ പ്രദക്ഷിണമൊക്കെ വെച്ച് അങ്ങനെ നമ്മൾ പരിശീലിച്ചു വരുമ്പോൾ ഈ ലതാർജി പോവും. മനസ്സിലാവുമല്ലോ? പണ്ട് കാലത്ത് ഈ ഹോമങ്ങളും യാഗങ്ങളും ആയിരുന്നു. അന്ന് അമ്പലം ഉണ്ടായിരുന്നില്ല. അമ്പലം ഉണ്ടായിരുന്നെങ്കിൽ അത് എഴുതി വെക്കുമായിരുന്നു. ഇപ്പൊ ശ്രീരാമസ്വാമിയിലൊക്കെ മുമ്പ് എഴുതി വെച്ചാണ് വേദങ്ങള്. അതുകൊണ്ട് അന്നത്തെ കാലത്തൊക്കെ വേദങ്ങളിൽ കർമ്മങ്ങളായി കാണുന്നത് മുഴുവൻ
യാഗങ്ങളും യജ്ഞങ്ങളും ഹോമങ്ങളും അതൊക്കെയുള്ളൂ. തീർച്ചയായിട്ടും പലതും സംഭരിച്ച് ഹോമകുണ്ടത്തിലേക്ക് നെയ്യൊഴിക്കുമ്പോൾ ഉറക്കം തൂങ്ങിയിരിക്കാൻ പറ്റില്ല, തീയോടാ കളിക്കുന്നതേ. അപ്പൊ അവൻ അലേർട്ടായിട്ട് ഇരുന്നേ പറ്റുള്ളൂ. അപ്പൊ ഇവിടെ ഇപ്പൊ നമുക്ക് ഹോമം ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് എന്ത് വേണം? പ്രദക്ഷിണം വെക്കുക. അല്ലെങ്കിൽ നിങ്ങൾ രാവിലെ നടക്കാൻ പോവുക കുട്ടികളെയും കൊണ്ട്. അപ്പോ ക്ഷേത്രത്തിലോ രാവിലെ യാത്ര എന്തെങ്കിലും ചെയ്ത് മനസ്സിനെ ഒന്ന് മാറ്റിയെടുക്കണം, തമോ ഗുണം മാറ്റിയെടുക്കണം. അപ്പൊ നമ്മൾ നോക്കണം, ഒബ്സർവ് ചെയ്യണം. കുട്ടികളില് പഠനത്തോട് താല്പര്യക്കുറവുണ്ടെങ്കിൽ അതിനർത്ഥം തമോ ഗുണമുണ്ട്. ആ തമോ ഗുണം മാറണമെങ്കിൽ അതിന് ചില കർമ്മങ്ങളിലൂടെ മാത്രമേ, പ്രവൃത്തിയിലൂടെ മാത്രമേ സാധിക്കുള്ളൂ. അപ്പൊ ഈ സ്കൂളുകളിലൊക്കെ ഉണ്ടല്ലോ, എനിക്ക് തോന്നുന്നു അങ്ങനത്തെ ഒരു സ്കൂളൊക്കെ ഡെവലപ്പ് ചെയ്യണം ആരെങ്കിലും. എനിക്ക് പറ്റാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ ചെയ്തിരുന്നു അത്. അതായത് ഈ തമോ ഗുണമുള്ള കുട്ടികളെ രാവിലെ കുറെ സ്പോർട്സ് ആക്ടിവിറ്റിയാണ് ചെയ്യേണ്ടത്. അപ്പൊ അവരാ ചാടി ഓടി കളിച്ച് അവരുടെ ഉള്ളിലുള്ള അലസതയൊക്കെ പോയി അങ്ങനെ ആലസ്യത്തിൽ നിന്നും അവർ പുറത്തു കിടക്കും. മനസ്സിലാവുണ്ടല്ലോ? ഒരു ആക്ഷൻ കൊണ്ട് അവരുടെ ഇനാക്ഷൻ എടുത്ത് കളയണം. ആക്ഷൻ കൊണ്ട് ഇനാക്ഷൻ മാറ്റണം, ലത്താർജി മാറ്റണം. ഇതാണ് ഒന്നാമത്തത്. ഇനി രണ്ടാമത്തതാണ് മൈൻഡ് വളരെ റെസ്റ്റ്ലെസ് ആവുന്നത്. അതായത് പലതിനോടും ഇൻട്രസ്റ്റ് വരുമ്പോൾ വേണ്ടതിലേക്കുള്ള ഇൻട്രസ്റ്റ് കുറയും. പ്രത്യേകിച്ച് നമുക്കറിയാം, പഠനം അത്ര വിഷയം ഇൻട്രസ്റ്റ് ഉള്ളതല്ല. ഒരു മൊബൈലിൽ കളിക്കുന്ന ഇൻട്രസ്റ്റ് ഒരിക്കലും മാത്സിൽ ഉണ്ടാവില്ല. പിന്നെ അത് പഠിപ്പിക്കുന്ന ആള് അത് അതിലേറെ പൊട്ടയാണെങ്കിൽ ഉണ്ടല്ലോ, ഉള്ള ഇൻട്രസ്റ്റും കൂടി പോകും. നമുക്ക് രണ്ടാമത്തതിലേക്ക് വരാം. അപ്പൊ ഒരു ക്ഷേത്രത്തിൽ പോയി പ്രദക്ഷിണം വെച്ചു. അപ്പൊ കർമ്മയോഗമാണത്. കർമ്മയോഗത്തിലൂടെ ഒരാളുടെ ആലസ്യത്തെ അതിവർത്തിച്ചു. രണ്ടാമത്തേതാണ് ഒരാളുടെ ഉപാസന, മനസ്സിന്റെ ഏകാഗ്രത. ഏകാഗ്രത എന്ന് പറഞ്ഞാൽ മനസ്സും ബുദ്ധിയും തമ്മിലുള്ള കണക്ഷൻ. അതിനാണ് മന്ത്രജപം. ഒരു അമ്പലത്തിന്റെ ഉള്ളിൽ കയറിയാൽ ഓങ്കാരാദികൾ ജപിക്കണം. കൃഷ്ണൻ വളരെ സ്പെസിഫിക് ആയി പറയുന്നുണ്ട്, വളരെ വ്യക്തമായി പറയുന്നുണ്ട്. നിങ്ങൾക്ക് കാണാം 9-ാം അധ്യായത്തിൽ ഗീതയില് 9-ാം അധ്യായത്തില് വേദ്യം പവിത്രമോങ്കാരം. ഞാൻ ശ്ലോകങ്ങളിലേക്ക് കടക്കുന്നില്ല, കാരണം സമയക്കുറവുള്ളത് കൊണ്ട്. വേദ്യം പവിത്രമോങ്കാരം, നിങ്ങൾ ഓങ്കാരാദി മന്ത്രങ്ങൾ ജപിക്കണം. അപ്പൊ എങ്ങനെ ഈ മന്ത്രങ്ങൾ ചൊല്ലേണ്ടത്? നാഭിയിൽ നിന്നും ഈ മന്ത്രങ്ങളെ എടുത്ത് ഉറക്കെ ഉച്ചത്തിൽ അങ്ങനെ ചൊല്ലുമ്പോൾ എന്തുണ്ടാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ശബ്ദം കൊണ്ട് അതിലേക്ക് ഏകാഗ്രമാകുമ്പോൾ, ആ ശബ്ദം കേട്ട് കേട്ട് അതിലേക്ക് മനസ്സ് ശ്രദ്ധിക്കുമ്പോൾ ഇവരറിയാതെ ഇവരുടെ ഉള്ളിലുള്ള ഏകാഗ്രമാവാനുള്ള കോൺസെൻട്രേഷൻ പവർ കൂടും. ഉണ്ടോ ഇല്ലയോ? നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം അത്, ഈ ഓങ്കാരത്തിന്റെ ശക്തിയൊക്കെ. നമ്മളെ കുട്ടികൾ അങ്ങനെ ഒന്ന് പരിശീലിച്ചു നോക്കട്ടെ. അമ്പലത്തിലൊക്കെ പോയി ഉറക്ക ഓങ്കാരം, അത് നിങ്ങൾക്ക് അറിയണം. ഈ ഓങ്കാരം ജപിക്കുമ്പോൾ അവരുടെ മനസ്സിനുണ്ടാകുന്ന ഏകാഗ്രത. ഈവൻ നിങ്ങൾക്ക് തന്നെ നോക്കാം, നമുക്കൊന്ന് പരീക്ഷിച്ചു നോക്കാൻ വേണമെങ്കിൽ എല്ലാവരും നിവർന്നിരിക്കും. ഈ ചാരിയിരിപ്പൊക്കെ ഒഴിവാക്കണേ നിങ്ങൾ. ഈ അവിടെയൊക്കെ വന്നാൽ ഈ ചാരിയിരിക്കുന്നത് നിങ്ങൾ അറിയുന്നില്ല, ശ്രദ്ധിക്കൂ. നിങ്ങൾ ഈ പ്രഭാഷണമൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ നിവർന്നിരുന്ന് ശീലിക്കണം. ഈ ചാരിയിരിക്കുന്ന എന്തുകൊണ്ടറിയോ? ഗ്രാവിറ്റി നമ്മളെ പുള്ളി ചെയ്യാണ് താഴോട്ട്. ഭൂമിക്ക് ഭയങ്കര ഗ്രാവിറ്റി ഫോഴ്സ് ആണ്. അപ്പൊ നമ്മൾ ആ ഗ്രാവിറ്റിയിലേക്ക് അങ്ങനെ താഴ്ന്നു കൊടുക്കുകയാണ്. അപ്പൊ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാല്, നമ്മുടെ ബ്രെയിനിലുള്ള പ്രാണന്റെ ബലത്തെക്കാൾ കൂടുതൽ താഴെയുള്ള അപാനന് ബലം കൂടും. അപ്പൊ ഈ ബ്രെയിനിലുള്ള പ്രാണന്റെ ബലം കുറയുമ്പോൾ ചിന്താശക്തി, ഈ നെർവസ് സിസ്റ്റങ്ങളൊക്കെ വീക്കാവും. അതുകൊണ്ടാണ് പലർക്കും സ്ട്രോക്ക് ഒക്കെ അടിച്ചു പോകുന്നത്. നിങ്ങൾക്ക് സ്ട്രോക്ക് ഒന്നും വരാതിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ തലച്ചോറിലുള്ള പ്രാണന് ബലം കൊടുക്കണം. അതിനാണ് സമക്കായ ഗ്രൈവ ശിരഗ്രീവം, നട്ടല് നിവർന്നിരിക്കണം. കാരണം പ്രാണൻ മുകളിലേക്ക് എഗെയിൻസ്റ്റ് ഗ്രാവിറ്റി പോകണം. എഗെയിൻസ്റ്റ് ഗ്രാവിറ്റി പോകുമ്പോൾ ഈ ബ്രെയിനിന്റെ അകത്തുള്ള ന്യൂറോ സിസ്റ്റങ്ങളൊക്കെ അത് ശക്തി കൂടുമ്പോൾ നിങ്ങൾക്ക് സ്ട്രോക്ക് ഒന്നും വരില്ല. അതിനാണ് നിവർന്നിരിക്കണം. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇതൊക്കെ വളരെ നമ്മുടെ പൂർവികര് മനസ്സിലാക്കിയത് കൊണ്ടാണ് നമ്മളോട് പണ്ട് കാലം തന്നെ സമക്കായ ശിരോഗ്രീവം ധാരയെന്ന ജലം മന എന്നൊക്കെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. നിവർന്നിരിക്കണം. ഈ കുനിഞ്ഞിരുന്നപ്പോഴാണ് നമുക്ക് സ്ട്രോക്കും ഓരോ പ്രശ്നങ്ങളൊക്കെ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ വരാൻ തുടങ്ങുന്നത്. നിൽക്കട്ടെ, ഞാൻ അതിലേക്ക് കൂടുതൽ കടന്നു നിങ്ങൾ പേടിപ്പിക്കുന്നില്ല. നമുക്ക് ഓങ്കാരമാണ് ചൊല്ലേണ്ടത്. ഈ ഓങ്കാരം ചൊല്ലുമ്പോഴെന്താണ്? നമ്മുടെ താഴെ നിന്ന് ഊർജത്തെ മുകളിലേക്ക് എത്തിക്കണം, തലച്ചോറിലേക്ക്. അപ്പൊ നമ്മൾ ആ ശബ്ദം കുറേ നേരം അങ്ങനെ ആ ഉറക്കെ ചൊല്ലുമ്പോൾ, അതിൽ തന്നെ ശ്രദ്ധ വരുമ്പോൾ നമ്മളിലെ ഏകാഗ്രത ശക്തി വർദ്ധിക്കും.
നിവർന്നിരുന്ന് ഞാൻ ആദ്യം ചൊല്ലും, എന്നിട്ട് നിങ്ങൾ ചൊല്ലാം. ഇത് കുട്ടികളെ കൊണ്ട് ഡെയിലി നിങ്ങളും ചൊല്ലണം, കുട്ടികളെ കൊണ്ട് ചൊല്ലിക്കണം. അതിങ്ങനെ ക്വസ്റ്റ്യൻ മാർക്ക് എഴുതിയതുപോലെ വീട്ടിലിരുന്നിട്ട് ചൊല്ലരുത്. മനസ്സിലായില്ലേ? ഏറെക്കുറെ അങ്ങോട്ട് എടുക്കാൻ ആ പാകത്തിലിരുന്ന് ചൊല്ലരുത്. അതൊക്കെ ഒരു ബോധത്തിലിരുന്ന് നിവർന്നിരുന്ന് പൂർവികന്മാർ പറഞ്ഞ പോലെയൊക്കെ ചെല്ലുക. അല്ല, ഞാൻ പറയണം എന്താ അറിയോ, ചില ആളുകളുടെ ഭക്തി കണ്ടാൽ സങ്കടം തോന്നും. ഈ സപ്താഹത്തിനൊക്കെ പോയാൽ എന്തോ ഇപ്പൊ അതില്ല. പണ്ടൊക്കെ സപ്താഹത്തിന് മുമ്പ് കാല് രണ്ട് നീട്ടി ഇനി കിടക്കാൻ പാകത്തിലേക്കാണ്. അത് അങ്ങോട്ട് പോകാനുള്ള തയ്യാറെടുപ്പിലാ തോന്നണോ? എന്തൊരു കഷ്ടാണ് നോക്കൂ. നമുക്ക് കേൾക്കുന്നവർക്കേ അവശത വരും. അപ്പൊ നമ്മൾ ആ ഒരു ഊർജം വേണ്ടേ? ആ ഊർജത്തിൽ വേണം അത് കേൾക്കാൻ. വേണോ? ശ്രീമദ് ഊർജിതമേ വച്ച. എവിടെയാണ് ഭഗവാൻ? ആ ഊർജമുള്ളിടത്താണ് ഭഗവാൻ. തത്തദേവാവഗച്ഛത്വം, അവിടെയാണ് ഭഗവാന്റെ ശക്തി ഇരിക്കുന്നത്. 42 അധ്യായം ഭഗവാൻ തന്നെ പറയാണ്, എവിടെയാണോ എന്റെ ഊർജമുള്ള, നിങ്ങളിൽ ഊർജമുള്ളത്, തദേവ മമ അംശം, അവിടെയാണ് എന്റെ ശക്തി ഇരിക്കുന്നത്. അല്ലാതെ അവശമായിരിക്കുന്നിടത്തല്ല. പൂജാമുറിയിൽ പോയിട്ട് 2 കാല് നീട്ടിയത് ചാരി ഇരുന്നിട്ട് കൃഷ്ണാഹാരേ ജയ ഭഗവാൻ ആഞ്ഞൂങ്ങിയത് തരും നിങ്ങൾക്ക്. തമാശ പറയില്ല. ഒരു ഊർജം വേണ്ടേ? ഒരു ഊർജത്തിൽ ചൊല്ലണം. ഒരു അവശതയിൽ ചൊല്ലിയിട്ട് ആരെ ബോധിപ്പിക്കാൻ? അതല്ല ഭക്തി. ഭക്തി ഉള്ളിൽ നിന്ന് വരേണ്ടതാണ്. എല്ലാം ഉള്ളിലാണ്, ഒന്നും പുറത്തല്ല. നത്തിങ് ഈസ് ഔട്ട് സൈഡ്. പുറത്ത് വെറും ഈ രൂപങ്ങളൊക്കെ വെച്ചിരിക്കണം മാത്രം. പക്ഷെ എവരിത്തിങ് ഈസ് ഇൻസൈഡ്. ഉള്ളിലാണ് ദൈവവും, ഉള്ളിലാണ് മനസ്സും, ഉള്ളിലാണ് കഴിവും, ഉള്ളിലാണ് നിങ്ങളുടെ പരാജയവും. എല്ലാം ഉള്ളിലാണ്. ഓൾ ഗുഡ് ആൻഡ് ബാഡ് ഈസ് വിത്തിൻ, നത്തിങ് ഈസ് ഔട്ട് സൈഡ്. എല്ലാം ഉള്ളിലാണ്. അത് ബോധം വേണം. ഉള്ളിലാണ്, 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 എല്ലാം ഉള്ളിലാണ്. അപ്പൊ ആ ഉള്ളിലുള്ളതിനെ പുറത്തേക്ക് കൊണ്ടുവരണം. അതിന് ഓങ്കാരം വേണം. അപ്പൊ നിവർന്നിരുന്ന് ഞാൻ ചൊല്ലും, അതിനുശേഷം നിങ്ങൾ ചൊല്ലാം. അല്ല, ഞാൻ ഉള്ളത് പറയാല്ല നിങ്ങളോട്. ഒരു ബോധത്തിൽ ചൊല്ലണം, ഉണർന്ന് ചൊല്ലണം, നിവർന്നിരുന്ന് ചൊല്ലണം. മനസ്സിലായി? കണ്ണടച്ച് ഓ എല്ലാവരും ചൊല്ലൂ. ഒന്നുകൂടി ഒന്ന് ഉഷാറായി ചൊല്ലണേ. ഒന്നുകൂടി നീട്ടി ചൊല്ലണം. ഓ ഇനി നിങ്ങൾ ചൊല്ലുമ്പോ ഒരു കാര്യം ശ്രദ്ധിക്കുക. കണ്ണു തുറക്കുക. ഈ ഓങ്കാരം അങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ തല മുതൽ ഓരോ ഭാഗങ്ങളും ശ്രദ്ധിച്ച് എല്ലാം അങ്ങനെ ലൂസാക്കി ലൂസാക്കി ഒന്ന് അയച്ചുവിട്ട്, എന്ന് വെച്ചാൽ റിലാക്സ് ചെയ്ത് അങ്ങനെ ഓങ്കാരത്തിലേക്ക് അങ്ങനെ അലിഞ്ഞു ചേരുക. ഇപ്പൊ നിങ്ങൾ തുടക്കത്തിൽ ചൊല്ലുമ്പോൾ ഓം ഒരു ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. അത് മുഴുവൻ അയച്ചുവിട്ട് ശരീരത്തിന്റെ എല്ലാ നെർവുകളും എല്ലാ മസിലുകളും എല്ലാം ലൂസാക്കി അങ്ങനെ ചൊല്ലണം. ചൊല്ലി കുറച്ചു കഴിഞ്ഞാൽ മനസ്സിൽ പറയാം, ഞാൻ ഐ ആം റിലാക്സിങ്. ഓരോ ഭാഗങ്ങൾ ശ്രദ്ധിക്കുക. എന്റെ തലയുടെ ഓരോ ഭാഗങ്ങള്, കണ്ണ്, മൂക്ക്, ഓരോ മസിൽസുകൾ, കഴുത്ത്, ഷോൾഡർ, ചെസ്റ്റ്, നമ്മുടെ അരക്കെട്ട്, ഓരോ ഭാഗങ്ങളും ലൂസാക്കി ലൂസാക്കി നിങ്ങൾക്ക് തന്നെ ശരീരം ഇല്ല എന്നൊരറിവ് വരും. അങ്ങനെ സാധനം അവിടെ ഇല്ല. അതിനൊരു വെയിറ്റ്ലെസ്നെസ് നമ്മൾ ഫീൽ ചെയ്യും. ശരീരത്തിനൊട്ടും ഒരു ഭാരം, അതായത് അങ്ങനെ സാധനമില്ല, വെറും ശബ്ദം മാത്രം. നിങ്ങൾക്ക് ചിലപ്പോണ്ടല്ലോ ആ ഒരു തലത്തിലെത്തുമ്പോൾ തൊട്ടാൽ പോലും നമുക്ക് തൊടേണ്ടി വരും അങ്ങനെ സാധനം ഉണ്ടോന്ന്. അല്ലാതെ നിങ്ങൾക്ക് ബോധം വരില്ല അങ്ങനെ സാധനം. ഉറക്കത്തിലെന്ന പോലെ ഒരവസ്ഥ വരും. ഓക്കെ, ഞാൻ ചൊല്ലും, അതിനുശേഷം നിങ്ങൾ ചൊല്ല. വെൻ യു റിസൈറ്റ് ഓം, നിങ്ങൾ പറയണം ഞാൻ എന്റെ ശരീരവും ഒക്കെ റിലാക്സ് ചെയ്യുന്നു. അങ്ങനെ റിലാക്സ് ചെയ്യാം. ഓക്കെ. ഓ
ഇങ്ങനെ നമ്മൾ പ്രാക്ടീസ് ചെയ്തെടുക്കുമ്പോണ്ടല്ലോ കോൺസെൻട്രേഷൻ താനെ വരും. നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾക്ക് ഒരു ട്യൂഷനും പറഞ്ഞേക്കണ്ട. അങ്ങനെ ഏകാഗ്രത വളർത്തണം. ഇതാണ് ഏകാഗ്രത. നിങ്ങൾ നോക്കൂ, ഒരു കുറച്ച് സമയത്തേക്ക് മനസ്സ് എവിടേക്കെങ്കിലും പോകുന്നുണ്ടോ? ഉണ്ടോ? മനസ്സ് കംപ്ലീറ്റ്ലി അറസ്റ്റഡ് ആയി. മനസ്സ് ആ ശബ്ദത്തിൽ മാത്രം ആ ഒരു ബ്രെയിനിന്റെ കോൺസെൻട്രേഷൻ ഡെവലപ്പ് ചെയ്താൽ ക്ലാസ്സിൽ പറയുന്നത് അങ്ങനെ അബ്സോർവ് ചെയ്യും കുട്ടി. ഇതാണ് രണ്ടാമത്തത്. ഇനി മൂന്നാമത്തതാണ് സമചിത്തത. അതിന് ധ്യാനം പരിശീലിക്കണം. എന്താണ് ധ്യാനം? മനസ്സെന്ന കണ്ണാടിയിലാണ് ശബ്ദങ്ങളും ചിന്തകളൊക്കെ വരുന്നത്. ആ മനസ്സെന്ന കണ്ണാടിയിൽ നമ്മൾ നല്ല ചിന്തയിൽ നമ്മൾ മനസ്സുറപ്പിക്കുക. ചില ഡിസിഷൻസ് നമ്മൾ ഉണ്ടാക്കുക. ഞാൻ നല്ല കാര്യങ്ങൾ ചെയ്യും. അതായത് നമ്മൾ അങ്ങനെയുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് ഞാൻ എൻ്റെ മനസ്സിനെ കൊണ്ടുപോകും. ആർക്കെങ്കിലും ഉപകാരമുള്ള കാര്യം, ആർക്കെങ്കിലും പ്രയോജനം, സേവനകരമായ കാര്യം, നല്ല കാര്യങ്ങൾ ഞാൻ ചെയ്യും. ഈ തരത്തിൽ നമ്മളൊരു പ്രതിജ്ഞ ചെയ്യുമ്പോൾ ഈ സമചിത്തത താനെ വരും. അതായത് നമ്മളെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു, ഒരു പരാജയം സംഭവിച്ചു, വേദന സംഭവിച്ചു, അതിൽ നിങ്ങൾ കുരുങ്ങിക്കിടക്കില്ല. യു ക്യാൻ മൂവ് ഔട്ട്. കാരണം ഐ ഹാവ് ബെറ്റർ തിങ്സ് ടു ഡു. അല്ലെ, എനിക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഞാൻ എന്തിനാ ഒരാൾ പറഞ്ഞതിൽ കുരുങ്ങിക്കിടക്കണം? ഈ തരത്തിൽ എപ്പോഴും മുന്നോട്ട് നോക്കാൻ, മുന്നോട്ട് നീങ്ങാൻ, അതിനൊരു പ്രേരണയും പ്രചോദനവും കൊടുക്കുന്ന നല്ല ചിന്തകൾ, അതൊരു വിഗ്രഹത്തിന്റെ മുന്നിൽ പോയി നമ്മൾ എപ്പോഴും ഓർക്കണം. അപ്പൊ ഗുരുവായൂരിലോ അല്ലെങ്കിൽ കൃഷ്ണന്റെ വിഗ്രഹത്തിന്റെയോ മുന്നിൽ പോയി പറയേണ്ടതാണ് ഉദ്ധരേത് ആത്മനാത്മാനം. ഞാൻ എന്നെ ഉയർത്തിക്കൊണ്ടിരിക്കും. ഞാൻ എപ്പോഴും നല്ല കാര്യത്തിലേക്ക് ശ്രദ്ധ തരും. എന്ന ആത്മാനം അവസാദെ, ഞാൻ ഒരിക്കലും എന്നെ മാനസികമായി തളർത്തില്ല. ആരെന്ത് പറഞ്ഞാലും അതൊന്നും ഞാൻ ചിന്തിച്ചെന്നെ അവശമാക്കില്ല. ഈ ഒരു ബോധം നമ്മളിൽ ഉറപ്പിക്കാൻ സാധിക്കുമ്പോൾ അത്തരം ഒരു വ്യക്തി ജീവിതത്തിൽ ഒരിക്കലും പരാജയപ്പെടുന്ന പ്രശ്നമേ ഇല്ല. ഒരു ക്ഷേത്രം വെച്ചിരിക്കുന്നത് ക്ഷതനാൽ ത്രായതേ ഇത് ക്ഷേത്രം എന്നാണ്. ക്ഷതത്തിൽ നിന്നും ഉയർത്തുന്നതാണ് ക്ഷേത്രം. അതായത് ഒരാളെ ശാരീരിക മാനസിക ക്ഷതത്തിൽ നിന്നും, വീഴ്ചയിൽ നിന്നും, ചുതിയിൽ നിന്നും, ദുർബലതയിൽ നിന്നും ഉയർത്തുന്ന കേന്ദ്രങ്ങളുടെ പേരാണ് ക്ഷേത്രം.